റോഡിൽ വെച്ച് മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കേറ്റമുണ്ടാക്കിയ കെഎസ്ആർടിസി താൽക്കാലിക ഡ്രൈവർ യദു കൃഷ്ണനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതിന് മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞ കാരണം പച്ചക്കള്ളം. മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ചതിനാലാണ് തന്നെ പുറത്താക്കിയതെന്ന ഗണേഷ് കുമാറിന്റെ ആരോപണം തള്ളി യദു രംഗത്ത് വന്നു. കെഎസ്ആർടിസിയിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ വച്ചാണ് യദുവിന്റെ വാദം. ആര്യ രാജേന്ദ്രനുമായി പ്രശ്നമുണ്ടാക്കിയതുകൊണ്ടല്ല യദുവിനെ പുറത്താക്കിയതെന്നും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ തുടർച്ചയായി 6 മണിക്കൂർ ഇയർഫോൺ വെച്ച് ഫോണിൽ സംസാരിച്ചതിനാണ് നടപടിയെന്നായിരുന്നു മുൻ മന്ത്രിയുടെ നിലപാട്. യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ യദു ഫോണിൽ സംസാരിച്ച കാര്യം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കോൾ ഡീറ്റെയിൽസ് സഹിതം കെഎസ്ആർടിസി സിഎംഡിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ഗണേഷ് കുമാർ ഒരു സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കെഎസ്ആർടിസി ചീഫ് ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഔദ്യോഗിക രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് മുൻ മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായും കളവാണെന്ന് തെളിയിക്കുകയാണ് യദു ഇപ്പോൾ ചെയ്തത്. താൻ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും കെഎസ്ആർടിസി ചീഫ് ഓഫീസിൽ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ മറുപടിയിൽ പറയുന്നതെന്നും മുൻ മേയറും കുടുംബവും ബസ് തടഞ്ഞത് ചോദ്യം ചെയ്തതിലാണ് തനിക്കെതിരെ നടപടിയുണ്ടായതെന്നും യദു വ്യക്തമാക്കുന്നുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും സഞ്ചരിച്ചിരുന്ന കാറിൽ ബസ് തട്ടിയെന്ന് ആരോപിച്ച് 2024 ഏപ്രിൽ 27 രാത്രി 10 മണിക്ക് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വച്ചായിരുന്നു കെഎസ്ആർടിസി ബസ് തടഞ്ഞ് തർക്കമുണ്ടായത്. ഈ സംഭവത്തിൽ മേയറെയും കുടുംബത്തെയും അശ്ലീലാംഗ്യം കാണിച്ച് പോലീസ് കേസെടുത്തതോടെയാണ് യദുവിന് കെഎസ്ആർടിസിയിലെ ഡ്രൈവർ ജോലി നഷ്ടമായത്. താൻ ഫോണിൽ സംസാരിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് മന്ത്രി ആരോപിച്ചപ്പോൾ ഇതിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ അടുത്ത നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും അങ്ങനെയാണ് വിവരാവകാശം നൽകിയതെന്നാണ് യദു പറയുന്നത്. സംഭവം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേസന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നതിനാൽ യദുവിന് ഇതുവരെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. താൻ തിരികെ കെഎസ്ആർടിസിയിൽ ജോലിയിൽ കയറിയെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് യദു വ്യക്തമാക്കി. നിലവിൽ കുടുംബം പുലർത്താൻ മറ്റു വഴികൾ ഇല്ലാതായതോടെ ഓൺലൈൻ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്താണ് യദു ജീവിക്കുന്നത്. ഇതിനിടെ കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയായ INTUC യൂണിയനിൽ താൻ അംഗത്വമെടുത്തിട്ടുണ്ടെന്നും യദു കൃഷ്ണൻ പറഞ്ഞു.